ഹലോ ഇവർക്കും മാർട്ട് ഫ്രെയിംസ് നോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് മാത്യു തോമസ് പണിക്ക് വീട്ടിൽ. നിരന്തരമായിട്ട് നമ്മൾ ഓരോ വിഷയങ്ങളുമായിട്ട് വരാറുണ്ട്. ഇന്ന് വന്നിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത് അമേരിക്കയിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന കാട്ടുതീയാണ്. അതിനെക്കുറിച്ച് പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ലോകാവസാനത്തിൻ്റെ തുടക്കമാണോ തുടങ്ങിയ കാര്യങ്ങളാണ്. ലോകാവസാനം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ നാളായിട്ട് ഈ ഒരു വാർത്ത കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ലോകാവസാനത്തിന് തുടക്കമാണോ ഇത് എന്നുള്ള സംശയങ്ങളും ഒക്കെ ഉന്നയിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്കൊന്ന് വെളിച്ചം വീശുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. എപ്പോഴും ചാനലിൽ പറയുന്നത് പോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കാനും വേണ്ടി ശ്രമിക്കണം. വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയർ, കമൻ്റ് ഒക്കെ തന്ന് തീർച്ചയായിട്ടും പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കണം. സോഷ്യൽ മീഡിയയിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് ഈ ലോകാവസാനം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ പേടിപ്പിക്കുന്ന ഒരു കാര്യം. അപ്പോൾ ഈ ലോകാവസാനത്തിൻ്റെ ഒരു ഈറ്റുനോവ് അല്ലെങ്കിൽ ലോകാവസാനത്തിൻ്റെ തുടക്കം എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറേ കാര്യങ്ങൾ കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമൻറ്റുകൾ ഞാൻ ഈ കണ്ടതുകൊണ്ടുകൂടെയാണ് ഈ ഒരു വിഷയം നമുക്ക് എടുക്കാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുന്നത്. ശരിക്കും അമേരിക്കയിൽ തീ പിടിച്ചാൽ നമുക്കെന്നാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. പക്ഷേ അമേരിക്കയിൽ തീ പിടിക്കുന്നതിൻ്റെയോ അമേരിക്കയിൽ അങ്ങനെ ഉണ്ടാവുന്നതിൻ്റെ പിന്നിൽ സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരെയും ഞാൻ കാണുകയുണ്ടായി എന്നുള്ളതാണ് ഒരു വാസ്തവം. അപ്പോൾ പേടിച്ചിരിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും സന്തോഷിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരും ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരും ഒക്കെ അടങ്ങുന്നതാണ് നമ്മുടെ സമൂഹം. അപ്പോൾ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ, അമേരിക്കയിൽ തീ പിടിക്കാനുള്ള കാരണം എന്തൊക്കെയാണ്, അമേരിക്കയിൽ ഉണ്ടാവാൻ പോകുന്ന അടുത്ത പ്രതിഭാസം അല്ലെങ്കിൽ അടുത്ത പ്രശ്നത്തെ പറ്റി ഒരു പ്രവചനം ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഒരു പ്രവചനമുണ്ട്, ആ പ്രവചനത്തിന് മുമ്പുള്ള പ്രവചനം സത്യമായിരുന്നു, അപ്പോൾ ആ പ്രവചനം എന്താണ്, അത് പ്രവചിച്ച ആൾ ആരാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇപ്പം നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ കാട്ടുതീയെ പറ്റി പറയാം. ഈ കാട്ടുതീ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഹോളിവുഡ് എന്നൊക്കെ എഴുതി വെച്ചിട്ടുള്ള ആ ഒരു മല. അമേരിക്കയുടെ ഒരു ഫോട്ടോ കാണുമ്പോൾ തന്നെ അമേരിക്കയുടെ ഫോട്ടോയിൽ പ്രഥമമായിട്ട് സ്ഥാനം പിടിച്ചിരിക്കുന്ന സ്ഥലമാണ് ഈ ഹോളിവുഡ് എന്ന് എഴുതി വെച്ചിരിക്കുന്ന സ്ഥലം. അതായത് ഒരുപാട് ഫിലിമിൽ ആൾക്കാർ, നടന്മാർ, പ്രൊഡ്യൂസർമാർ, അങ്ങനെ വലിയ കാശുള്ള സമ്പന്നരുടെ ഒരു നിര താമസിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന നഗരം. ശരിക്കും ഒരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നഗരമാണ് ലോസ് ഏഞ്ചൽസ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ അവിടെയാണ് ഈ തീ പിടിച്ചിരിക്കുന്നത്. അമേരിക്കയിലെ കാലിഫോർണിയ എന്ന് പറയുന്ന സ്ഥലമൊക്കെ ഒരുപാട് നമ്മൾ പേരൊക്കെ ഫേമസ് ആയിട്ട് കേട്ടുള്ളൊരു സ്ഥലമാണ്. ലോസ് ഏഞ്ചൽസ് ആണെങ്കിലും കാലിഫോർണിയ ആണെങ്കിലും ഒക്കെ കേട്ടുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു കാട്ടുതീ പടർന്നു പിടിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാട്ടുതീ ഒന്നായിട്ടല്ല 5 സ്ഥലങ്ങളിൽ പടർന്നു പിടിച്ചിരിക്കുകയാണ്. ശരിക്കും അതിൻ്റെ ഇമേജസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ, വീഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വിഷമം തോന്നും. കാരണം അതുപോലത്തെ വീടുകൾ കത്തി നശിക്കുന്നത്, വാഹനങ്ങൾ കത്തി നശിക്കുന്നത്, മരങ്ങൾ നിന്ന് കത്തുന്നത് തുടങ്ങിയ ഒരുപാട് ഹൃദയഭേദകമായ കാഴ്ചകളാണ് ശരിക്കും നമുക്ക് അവിടെ കാണാൻ വേണ്ടി പറ്റുന്നത്. ശരിക്കും എങ്ങും ഇങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടാവാതെ ഇരിക്കട്ടെ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഈ ഒരു കാര്യത്തെ പറ്റി. അമേരിക്കയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീ പടരുന്നത്, എത്ര പേര് മരിച്ചു, എത്ര ഏക്കർ സ്ഥലങ്ങൾ കത്തി നശിച്ചു, എന്തൊക്കെ പ്രശ്നങ്ങൾ അവർ നേരിടുന്നുണ്ട്, ആര് കാരണമാണ് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത്, അവിടെ മഴ പെയ്യിക്കാൻ പറ്റില്ലേ, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ഇതേപ്പറ്റി ഉണ്ട്. അപ്പം നമുക്ക് ഈ ഒരു കാര്യങ്ങൾക്കൊക്കെ ഒരു ഉത്തരമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നിന്ന് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം പറഞ്ഞൊരു കാര്യം, തീ പിടിക്കുന്നത് എങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ്. തീ പിടിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ വരണ്ട കാലാവസ്ഥകളിൽ, ഒരുപാട് വരണ്ട കാലാവസ്ഥയിൽ മിന്നലടിക്കുന്ന സമയത്ത് തീ പിടിക്കാൻ ചാൻസ് ഉണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ തീ പിടിക്കുന്നത് മെല്ലെ മെല്ലെ കത്തിപ്പടർന്ന് ദൂരദേശങ്ങളിലോട്ട് പോകും. കാറ്റിൻ്റെ ഹെൽപ്പോട് കൂടി അതൊരുപാട് സ്ഥലങ്ങളിലേക്ക് പടർന്ന് പിടിക്കാറുണ്ട് എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്, ഇലക്ട്രിക് ലൈനുകൾ ഏതെങ്കിലും പൊട്ടി വീഴുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ട് ചെറിയ സ്പാർക്ക് ഉണ്ടായിട്ട് തീ പിടിച്ചിട്ട് വീണ്ടും അങ്ങനെ കത്തിപ്പോകുന്ന കാര്യങ്ങളാണ്. മൂന്നാമത്തേന്ന് പറയുന്നത് മാൻമെയ്ഡായിട്ട് ആൾക്കാർ ആരെങ്കിലും കത്തിച്ച് ഉണ്ടാക്കുന്ന തീയാണ് മാൻമെയ്ഡായിട്ടുള്ള തീ എന്ന് പറയുന്നത്. നാലാമതായിട്ട്, ഈ കാട്ടിലോ ഏതെങ്കിലും ഉൾപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തീ ഉണ്ടാകുമ്പം ആ തീയുടെ വിറക് കൊള്ളികൾ കടിച്ചുകൊണ്ട് വരുന്ന കിളികളുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. ഈ ദേശാടന കിളികൾ പോലെ ചില കിളികൾ അതിൻ്റെ തീ കടിച്ചുകൊണ്ട് മറ്റുള്ള സ്ഥലങ്ങളിൽ കൊണ്ടിടാറുണ്ട് എന്ന് പറയാറുണ്ട്. അത് നെറ്റി നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടൊരു കാര്യം, ഈ കാട്ടുതീ എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്ത് ശരിക്കും പറഞ്ഞാൽ അതൊരു വിചിത്രമായ സംഭവമോ അല്ലെങ്കിൽ ആദ്യമായിട്ട് നടക്കുന്ന സംഭവമൊന്നുമില്ല. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാട്ടുതീ അവിടെ ഉണ്ടാവാറുണ്ട്. അത് വീണ്ടും അവരെ കെടുത്തിയിട്ട് വീണ്ടും അങ്ങനെ മുമ്പോട്ട് പോകാറുണ്ട്. പക്ഷേ ഇത്തവണ ഉണ്ടായ കാട്ടുതീ അതിൽ ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. ശരിക്കും അതൊരു മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ഈ ഒരു കാട്ടുതീ സ്വാഭാവികമായിട്ട് അവിടെ ഉണ്ടാകുന്നത്. പക്ഷേ ഇതൊത്തിരി നേരത്തെ ജനുവരിയിൽ മഞ്ഞുകാലത്താണ് അവിടെ ഈ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ് എല്ലാവരെയും
ഏവരെയും ആശ്ചര്യപ്പെടുന്ന ഒരു കാര്യം. അപ്പോൾ എന്തുകൊണ്ടാണ് അവിടെ കാട്ടുതീ ഉണ്ടായതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതിൽ പ്രമാദമായിട്ട് കത്തി നിൽക്കുന്ന തീയുടെ പേര് പാലിസാഡസ് ഫയർ എന്നാണ് അവിടെ പറയപ്പെടുന്നത്. അപ്പോൾ പാലിസാഡസ് ഫയർ എന്നുള്ള ആ ഒരു പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു തീ ഒരുപാട് അതായത് 35,000 ഏക്കർ സ്ഥലത്തോളം വിഴുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വാസ്തവം. അതിൽ 1.5 ലക്ഷം ആൾക്കാരോളം അവിടുന്ന് സ്ഥലം വിട്ട് ഇവാക്വേറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. 155 ബില്യണോളം ഡോളറിൻ്റെ നഷ്ടം ഇതുവരെ അവിടെ കണക്കാക്കിയിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ശരിക്കും ജീവജാലങ്ങളും അല്ലെങ്കിൽ വസ്തുവകകളും ഒക്കെ പോയിട്ടുണ്ട്. അപ്പോൾ അതൊരു ഹ്യൂജ് ആയിട്ട് ലോസ് തന്നെയാണ്. ശരിക്കും തീ കത്തി ആ വഴി പടർന്നു പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന നഷ്ടങ്ങൾ ശരിക്കും ബുക്കിലെഴുതി കണക്ക് കൂട്ടുന്നതിനും അപ്പുറത്താണ്. 10,000-ഓളം ഫയർ ഫൈറ്റേഴ്സ് ഇപ്പോഴും അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോ സ്ഥലങ്ങളായിട്ട്. ഈ 5 സ്ഥലങ്ങളിൽ തീ പിടിച്ചു എന്ന് പറയുന്നതിനകത്ത് 3 സ്ഥലങ്ങളിൽ ഏകദേശം അവർ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. അപ്പോൾ 2 സ്ഥലങ്ങളിലാണ് ഇനിയും പൊതുവെ ആ ഒരു തീ കെടുത്താൻ പറ്റാത്തതായിട്ടുള്ള കാര്യങ്ങൾ. അപ്പം നമ്മൾ ചിന്തിക്കുന്ന കാര്യങ്ങളുണ്ട്, മഴ പെയ്യിക്കരുതോ അല്ലെങ്കിൽ വിമാനങ്ങളിൽ വന്നിട്ട് ഈ മഴ കെടുത്തരുതോ, അങ്ങനെ കുറേ സംഭവങ്ങൾ നമ്മൾ കേൾക്കുന്നതും കാണുന്ന ആൾക്കാരുടെ സംശയങ്ങൾ കാണുന്നതുകൊണ്ടാണ് ഈ ഒരു വിഷയത്തിൽ നമ്മൾ ഇച്ചിരി ഗഹനമായിട്ട് പഠിച്ചത്. ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന ആ ഒരു പദത്തിൻ്റെ അർത്ഥം പ്രസൻസ് ഓഫ് ഏഞ്ചൽസ് എന്നുള്ളതാണ്. മാലാഖമാരുടെ സാന്നിധ്യം സൂചിപ്പിക്കുന്ന ഒരു നഗരത്തെയാണ് ലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്നത്. അത് വളരെ ഭോഷമായിട്ട് ഭയങ്കര ആൾക്കാരുടെ ഭയങ്കര പൈസ ആൾക്കാരുടെ ഒളിമ്പിക്സ് മെഡൽ ജേതാക്കൾ തുടങ്ങി അങ്ങനെ കായിക താരങ്ങൾ, സിനിമാ താരങ്ങൾ, അങ്ങനെ വലിയ സമ്പത്തിൻ്റെ കൊടുമുടി നിൽക്കുന്ന ആൾക്കാരൊക്കെ ഒരുപാട് താമസിക്കുന്ന സ്ഥലമാണ് ഈ ലോസ് ഏഞ്ചൽസ്. ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ അവിടെ സാന്റ അന്ന എന്ന് പറയുന്നത് ചെകുത്താൻ്റെ കാറ്റ്, ചെകുത്താൻ്റെ തീ എന്ന് പറയപ്പെടുന്നൊരു കാറ്റാണ്. ഇതൊരു ഡ്രൈ വിൻഡാണ്. വളരെ വരണ്ട കാലാവസ്ഥയിലുള്ള വരണ്ട കാറ്റാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏകദേശം നമുക്ക് ഈ വരണ്ട കാറ്റെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മെയ് മാസങ്ങളിലൊക്കെ നമുക്ക് ഈ പുഞ്ചപ്പാടങ്ങളിലൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് നമുക്ക് വന്ന് ചൂടടിക്കുന്ന പോലെ നമുക്ക് തോന്നില്ലേ? ഇങ്ങനെ ഒരു കാറ്റടിക്കുന്ന സമയത്ത് ചൂടൂടെ കൊണ്ട് നമ്മുടെ മേത്ത് അടിച്ചിട്ട് പോകും. അതേസമയത്ത് മഴ ചാറ്റിലുള്ള സമയത്ത് നമുക്ക് തണുത്ത കാറ്റ് വന്ന് അടിച്ചിട്ട് പോകും. അപ്പോൾ ഡ്രൈ വിൻഡ് എന്ന് പറയുന്നത് നമ്മളപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. അതുപോലെ ചൂട് നിറഞ്ഞ ആ ഉഷ്ണം നിറഞ്ഞ ഒരു കാലാവസ്ഥ, അതിലുള്ളൊരു കാറ്റാണ് ഈ ഡ്രൈ വിൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ നമ്മൾ എൽനിനോ ലാനിനോ എന്ന് പറയുന്ന പ്രതിഭാസങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ശരിക്കും അവിടെ കഴിഞ്ഞ 2024 ജനുവരി മാസങ്ങളിലൊക്കെ ഭയങ്കരമായിട്ട് മഴ ലഭിക്കുന്നുണ്ട്. അപ്പോൾ മഴ നല്ലവണ്ണം ലഭിച്ചതോടെ അവിടെയുള്ള ചെടികളും അവിടെയുള്ള സസ്യജാലങ്ങളൊക്കെ വളർന്നു തുടങ്ങി. അതായത് ഇതൊന്നും ഇല്ലായിരുന്ന സ്ഥലത്ത് മഴ ലഭിച്ചതോടെ ഒരുപാട് സസ്യജാലങ്ങളൊക്കെ വളർന്നു തുടങ്ങി. ഇപ്പോൾ നമ്മൾ മരുഭൂമിയിലൊക്കെ ഒരുപാട് കൃഷി ചെയ്യുന്ന കാര്യങ്ങൾ, ചൈനക്കാരും ഒക്കെ മരുഭൂമികളെ കൃഷിഭൂമിയാക്കി മാറ്റുന്ന ഒരുപാട് പ്രോസസ്സ് കണ്ടിട്ടുണ്ട്. മുയലിനെയൊക്കെ വിട്ടിട്ട് അവിടെ മാളങ്ങളുണ്ടാക്കുക, ആ മാളങ്ങളിലൂടെ എയർ കയറ്റി വിടുക, അങ്ങനെ കുറേ പരിപാടികൾ അവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഈ മഴ പെയ്തപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെയുള്ള ചെടികളും അങ്ങനെയുള്ള മരുഭൂമി പോലെ കിടന്ന അല്ലെങ്കിൽ അല്ലാതെ ഡ്രൈ ആയിട്ട് കിടന്ന സ്ഥലങ്ങളിലൊക്കെ ചെടികളും മരങ്ങളും പൂച്ചകളും ഒക്കെ വളരാൻ തുടങ്ങി. അങ്ങനെ പുല്ലുകളൊക്കെ വളർന്നു തുടങ്ങിയ സാഹചര്യങ്ങളിൽ ഒക്ടോബർ മാസം എത്തിയതോടെ ഈ മഴ നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വരണ്ട കാലാവസ്ഥയിലേക്ക് മാറി. അപ്പോൾ ആ വരണ്ട കാലാവസ്ഥയിലേക്ക് മാറുമ്പോഴത്തേക്ക് ഈ തകര പോലെ മുളച്ചു വന്ന ഈ ഒരു ചെടികൾ അല്ലെ സസ്യജാലങ്ങൾ മുഴുവൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണങ്ങിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അവിടെ മുഴുവൻ സസ്യശ്യാമളമായിട്ട് ഇങ്ങനെ നിന്നു. ഒരുപാട് ഭയങ്കര സന്തോഷത്തിൽ അതിന് ഫോട്ടോ ഒക്കെ എടുത്ത കാര്യങ്ങളൊക്കെ അവരിങ്ങനെ ഇൻസ്റ്റയിലൊക്കെ ഇങ്ങനെ പറയുന്ന കേൾക്കാം. ഫോട്ടോയിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. ലോസ് ഏഞ്ചൽസ് എന്ന് പറഞ്ഞൊരു പച്ച നഗരമായിട്ട് മാറുന്നതിൻ്റെ ഒക്കെ ഇതൊക്കെ കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഒക്ടോബർ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതൊരു ഉണക്കിലേക്ക് വന്നിട്ട് ഇത് ഉണങ്ങിയ കാലാവസ്ഥയിലേക്ക് മാറുകയും ഈ ഒരു ഉണക്ക് ഇങ്ങനെ വ്യാപിക്കുകയും ചെയ്തു. അപ്പോൾ ഈ മരങ്ങളും ചെടികളും ഉണക്കച്ചെടികളെല്ലാം ഇങ്ങനെ നിന്നതാണ് ഈ ഒരു തീപിടുത്തത്തിൻ്റെ ആക്കം കൂട്ടിയത്. നമ്മൾ വിചാരിക്കും കത്തിപ്പടരുന്നിടത്ത് എന്തെങ്കിലും ഇത് വെച്ച് കഴിഞ്ഞാൽ മാറുമല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. ഈ ഒരു കാറ്റിൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് ഈ ഒരു കാറ്റിലൂടെ ഈ ഒരു തീയെ അത് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരിക്കും, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടേയിരിക്കും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുന്ന അനുസരിച്ച് വീണ്ടും പല ദേശങ്ങളിലായിട്ട് ഇങ്ങനെ തീ കത്തിക്കൊണ്ടേയിരിക്കും. ഇതൊരു മലയിടുക്കിൽ സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ്. അതായത് 3 ഭാഗത്തും മല ഉള്ളൊരു സ്ഥലമാണ് ഈ ലോസ് ഏഞ്ചൽസിൽ ഈ തീ പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ആ സ്ഥലത്തു നിന്ന് ജനങ്ങൾ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി വണ്ടികളെല്ലാം എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ അവിടെ മുഴുവൻ ബ്ലോക്ക് ആവുകയും അങ്ങനെ ഒരുപാട് പേര് അതിൽ പെടുകയും ചെയ്തു. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമേരിക്ക പോലൊരു വികസിത രാജ്യത്തിൽ എന്തുകൊണ്ട് ഇതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ ഒരുപാട് പേര് നിശ്ചിതമായിട്ട് വിമർശിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യൻ മരിച്ചത് അല്ലെങ്കിൽ മനുഷ്യൻ അതിനകത്ത് പൊലിഞ്ഞതെന്ന് പറഞ്ഞാൽ 10-20 കണക്ക് പോലും വന്നിട്ടില്ല. 20 പേരോളമാണ് എന്നറിയപ്പെടുന്നത്. 13 മേലോട്ട് പോകുന്നു എന്നൊക്കെ അറിയപ്പെടുന്നു. അപ്പം സ്ഥിരീകരിക്കും
സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടായിട്ട് 20 നമുക്ക് കണക്ക് കൂട്ടിയാൽ പോലും 10-20 പേരാണ് 35,000 ഏക്കർ സ്ഥലം കത്തിയതിനകത്തുനിന്ന് മരിച്ചു പോയേക്കുന്നത്, അല്ലെങ്കിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നിരിക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത്ര വലിയൊരു പ്രയാസം ഇവിടെ ഉണ്ടാകുമ്പോൾ ശരിക്കും ഭരണകൂടം എന്ത് ചെയ്യുന്നു എന്നുള്ള രീതിയിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ ഈ കൊച്ചു സ്മാർട്ട് ഫോണിൻ്റെ അറ്റത്ത് കുത്തി ചോദിക്കാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഭരണകൂടം അവിടെ വേണ്ട എഫക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ അവിടെ ചെയ്തിട്ട് ആ തീ അണയ്ക്കാനുള്ള ഹെലികോപ്റ്ററുകൾ പോകുന്നതും ഒക്കെ നമുക്ക് കാണാം. അപ്പം അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ചെയ്ത് അത് ക്ലിയർ ആക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് അത് മാറിയിട്ട് അതെല്ലാം ശാന്തമായിട്ട് വീണ്ടും മുമ്പോട്ട് പോകും എന്നാണ് നമ്മൾ അറിയപ്പെടുന്നതെങ്കിൽ ഒരുപാട് പേർക്ക് വീടും അവരുടെ സ്വത്തുക്കളും ഇത്ര നാൾ ഉപയോഗിച്ചിരുന്ന വസ്തുവകകളൊക്കെ നഷ്ടപ്പെട്ടതിലുള്ള വിഷമം അവർ പങ്കുവെക്കുന്നുണ്ട്. അത് നമ്മൾ കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് പറ്റത്തില്ല. ഈ ഒരു വിഷയം ലോകാവസാനത്തിൻ്റെ തുടക്കമാണെന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ കമൻറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് ആദ്യമേ പറഞ്ഞല്ലോ. അപ്പോൾ അതിലേക്കൊന്ന് നമുക്ക് കടന്നു വന്ന് നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അങ്ങനെ നോക്കിയിട്ട് നമുക്ക് കാര്യമില്ല. ലോകം എന്ന് അവസാനിക്കുമെന്നോ അല്ലെങ്കിൽ ലോകം അവസാനിക്കുന്നത് ഇങ്ങനെ ആവുമെന്നോ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഞാൻ മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കൊറോണ വൈറസ് HMPV എന്നുള്ള വൈറസ് നമ്മളിലേക്ക് വരുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ ഇട്ടേക്കാം. അപ്പം അങ്ങനെയുള്ള കുറേ മാരകമായിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇനിയും വരാൻ കിടക്കുന്നേ ഉള്ളൂ. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഒന്നും ലോകം അവസാനിക്കത്തില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. കാരണം ഒരുപാട് കാര്യങ്ങൾ ഇനിയും വരാനുണ്ട്, ഒരുപാട് കാര്യങ്ങളിലേക്ക് നമ്മൾ ഇനിയും കിടക്കാനുണ്ട്. ലോകം വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ തീർച്ചയായിട്ടും വരും. നമ്മളിനിയിപ്പോൾ നമ്മുടെ മുഴുവൻ കൺസെപ്ഷനും നമ്മളെല്ലാ കാര്യങ്ങളും നിർത്തിവെച്ച് ലോകത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നോക്കിയെന്ന് പറഞ്ഞാലും ലോകം ഇനിയും പഴയ പോലെ ആവില്ല, അതല്ലെങ്കിൽ ഭൂമി പഴയ പോലെ ആവില്ല എന്നാണ് ഇലോൺ മസ്ക് പോലുള്ള ഒരുപാട് പേര് പറഞ്ഞത്. അതുകൊണ്ടാണ് അവർ പുറത്തേക്ക് ചൊവ്വ പോലെയുള്ള ഗ്രഹങ്ങളിലേക്ക് പുതിയ കോളനികളെ സ്ഥാപിച്ച് ഒരൊറ്റ രാജ്യം എന്നുള്ള രീതിയിൽ അതൊക്കെ കോളനൈസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നത്. ശരിക്കും ഇവിടെ നമ്മൾ ഭൂമിക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ദ്രോഹങ്ങൾ എത്ര മാറ്റാൻ നോക്കിയാലും എത്ര അതിന് മുറിവിന് മരുന്നിട്ട് കൊടുത്താലും മാറ്റാൻ പറ്റുന്നതല്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം എന്നുള്ളതാണ് ഒരു വാസ്തവം. പക്ഷെ നമുക്കതിനെ കുറയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് ശരിക്കും നമുക്കറിയാൻ പറ്റുന്നത്. അപ്പോൾ ലോകാവസാനത്തിലേക്ക് അടുക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഭൂമിയോട് കുറച്ച് മാന്യതയും മര്യാദയും ഒക്കെ കാണിക്കണം എന്നുള്ളതാണ്. വളരെ കുറച്ച പ്ലാസ്റ്റിക് ഉപയോഗം തുടങ്ങി ഇങ്ങനെ കുറേ കാര്യങ്ങളിൽ അല്ലെങ്കിൽ ഇന്ധന ഉപയോഗം നമ്മൾ കുറേ കാര്യങ്ങളിൽ പിടിച്ചു വെച്ച് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ ഒന്ന് സ്ലോ ആക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കാരണം ഈ വന്ന ദിവസങ്ങളൊക്കെ നമുക്ക് പ്രളയം ഇതേ ഒക്കെ പറഞ്ഞിട്ട് വലിയ വലിയ രാജ്യങ്ങളും വലിയ വലിയ സംസ്ഥാനങ്ങളും അല്ലെങ്കിൽ വലിയ സ്ഥലങ്ങളും ഒക്കെ പരാജയപ്പെടുന്നതും അവരെല്ലാവരും കഷ്ടപ്പെടുന്നതും ഒക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കതിനെ ലോകാവസാനം എന്ന് പറയാറായിട്ടില്ല എങ്കിൽ പോലും നമുക്കതിനെ ഒന്ന് തടഞ്ഞു വെക്കാം, അല്ലെങ്കിൽ അതിനൊന്ന് തടുത്തു നിർത്താൻ നമ്മളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ്. ഒരുമിച്ച് വിചാരിച്ചാൽ പറ്റും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഈ ട്രംപിനെതിരെ പറഞ്ഞിട്ടുള്ള, അതായത് അമേരിക്കയുടെ പുതിയ പ്രസിഡൻ്റായിട്ട് ജനുവരി 20 ട്രംപ് സ്ഥാനമേൽക്കുകയാണ്. അപ്പോൾ ഈ ട്രംപിനെതിരെ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യൻ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അയാൾ പ്രവചിച്ച ഒരു കാര്യവും അതിൻ്റെ തുടർ കാര്യങ്ങളുമാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഒരുപാട് കമൻറ്റിൽ നിന്ന് വായിച്ചൊരു സംഭവമാണ്, ഗാസയ്ക്കെതിരെ ട്രംപ് പറഞ്ഞതുകൊണ്ടാണ് അമേരിക്ക നിന്ന് കത്തുന്നത്. അതായത് ഗാസയ്ക്കെതിരെ ട്രംപ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹമാസ് ഭീകരർ അവിടെ നിന്ന് പ്രവർത്തനം അല്ലെ പരിപാടികൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിർത്തിയില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബന്ദികളെ വിട്ടുകൊടുത്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഗാസ നരകതുല്യമായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അവിടുത്തെ ബന്ദികളായിട്ടുള്ള നിരപരാധികളായിട്ടുള്ള ആൾക്കാർ, അതായത് പിടിച്ചുകൊണ്ട് പോയേക്കുന്ന ആൾക്കാരെ ക്രൂരമായിട്ട് പീഡിപ്പിക്കുന്നത് നിർത്തി അവരെ വിട്ടില്ലെങ്കിൽ ഗാസ തീർച്ചയായിട്ടും നരകതുല്യമായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ തീ കത്തുന്നതെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് എൻ്റെ താഴെ വന്ന് ഇങ്ങനെ കമൻറ്റുകൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഒരുപാട് പോസ്റ്റുകൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യുന്ന കണ്ടിട്ടുണ്ട്. ഈ ഒരു ദുരന്തവും അല്ലെ ഒരു പ്രയാസവും ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടാകാം. ഇത് അവിടെ സ്ഥിരമായിട്ടുണ്ടാകുന്നതാണ്, ഇച്ചിരി വലുതായി എന്നുള്ളതേ ഉള്ളൂ. അതവർ നിയന്ത്രിക്കും എന്നുള്ളതാണ് ഒരു വാസ്തവം. മറ്റുള്ള സ്ഥലങ്ങളാണെങ്കിൽ പോലും പ്രകൃതി ദുരന്തങ്ങളും പ്രയാസങ്ങളും ഒക്കെ എല്ലായിടത്തും ഉണ്ടാകുന്നതാണ്. അതൊരിക്കലും അയാളൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞതുകൊണ്ടോ ഒന്നുമല്ല, അതൊന്നും പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതിലൊന്നും ഒരുപാട് സന്തോഷിക്കുകയും വേണ്ട എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയത്തുള്ളൂ. അതിൽ നിങ്ങൾ സന്തോഷിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൂഢത്വമായിട്ട് തന്നെ കാണുള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായത് നമ്മളാരെങ്കിലും കൊല്ലാനോ തിന്നാനോ പോയിട്ടല്ലായിരുന്നു, അല്ലെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഓരോ ഇതുണ്ടാകുന്നത്, ചൈനയിൽ പ്രളയം ഉണ്ടാകുന്നത് അവരാരെയും കൊല്ലാനോ തിന്നാനോ പോയിട്ടുണ്ടാകുന്നതല്ല. അപ്പോൾ അത് സ്വാഭാവികമായിട്ട് കാലഘട്ടത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്, അല്ലാതെ വലുതായിട്ട് സന്തോഷിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വന്നതെന്നൊന്നും പറയേണ്ട ആവശ്യമൊന്നും ശരിക്കും പറഞ്ഞില്ല. പിന്നെ സന്തോഷിക്കേണ്ടവർ സന്തോഷിച്ചാട്ടെ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ യാഥാർത്ഥ്യം ഇതാണെന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് അടുത്തൊരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം. ഒക്കലഹോമയിൽ ജനിച്ച ഒരു പാസ്റ്ററായിരുന്നു ബ്രാൻഡൻ ടി ബിക്സ് എന്ന് പറയുന്ന ആൾ.
അപ്പം ഈ മനുഷ്യൻ ഒരു പ്രവചനം നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പ്രവചനം ഇയാൾ സോഷ്യൽ മീഡിയയിൽ ഇടുകയും ഈ സോഷ്യൽ മീഡിയയിലൂടെ ഈ ഒരു പ്രവചനം ഒരുപാട് പേര് വായിക്കും. നമ്മളിപ്പോൾ ഒരു പ്രവാചകൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നോസ്ട്രഡാമസിൻ്റെയും ബാബ വാങ്കയുടെ ഒക്കെ വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിലും ഈ വർഷം എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യത്തിലൊക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഐ ബട്ടണിൽ ഇട്ടേക്ക്. അപ്പോൾ അവരൊക്കെ പ്രവചിച്ച് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിവർത്തനം ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ പണ്ട് പ്രവചിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ബാബ വാങ്ക ആണെങ്കിലും മരിച്ചു പോയിട്ട് ഇപ്പോൾ ഏകദേശം 20 വർഷത്തോളം കഴിയുന്നുണ്ട്. അപ്പോൾ പക്ഷേ ഇയാൾ ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ അയാളൊരു പ്രവചനം എന്നുള്ള രീതിയിൽ ഇട്ടു. ഒരുപാട് പേര് അതിനെ വിശ്വസിച്ച് കാണത്തില്ല. എങ്കിൽ പോലും ട്രംപിന് നേരെ വെടിവെക്കും എന്നുള്ളതായിരുന്നു അയാൾ സ്വപ്നം കണ്ടത് എന്ന് പറയുന്നൊരു കാര്യം. അപ്പോൾ അങ്ങനെ ആ പുള്ളിക്കാരൻ ആ ഒരു സ്വപ്നം കണ്ടത് യാഥാർത്ഥ്യമായോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അത് യാഥാർത്ഥ്യമായി എന്ന് വേണം പറയാൻ. ഈ പുള്ളിക്കാരൻ ഈ ഒരു പോസ്റ്റ് ഇട്ടത് മാർച്ച് 14-ാം തീയതിയാണ് ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടുന്നത്. സോഷ്യൽ മീഡിയയിൽ ഇടുകയാണ്, ട്രംപിന് നേരെ വെടിയുതിർക്കും, ട്രംപിൻ്റെ ചെവിയുടെ സൈഡിൽ കൂടി ആ വെടിയുണ്ട പാഞ്ഞു പോകും, ട്രംപ് മുട്ടുകുത്തി നിലത്തിരുന്ന് ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ. അതിൽ ആ ഒരു ഇതിലെന്താ ആക്രമണത്തിൽ അദ്ദേഹത്തിൻ്റെ ഇയർ ഡ്രം പൊട്ടിപ്പോകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ മനുഷ്യൻ പ്രവചിച്ചു സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ ഈ ഒരു കാര്യത്തിൻ്റെ ഒരു വസ്തുത എന്നാന്ന് പറഞ്ഞാൽ ഈ ഒരു പുള്ളിക്കാരൻ പറഞ്ഞതുപോലെ ട്രംപിന് നേരെ വെടിയുതിർക്കുകയുണ്ടായി. ട്രംപിൻ്റെ ചെവിയുടെ സൈഡിൽ കൂടെ തന്നെ ആ ഒരു വെടിയുണ്ട പാഞ്ഞു പോവുകയുണ്ടായി. ചെവിയുടെ ഡ്രമ്മിന് കംപ്ലൈൻറ്റ് വന്നു നമുക്കറിയത്തില്ല. പുള്ളി മുട്ടുകുത്തി താഴേക്ക് ഇരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. അദ്ദേഹത്തിന് പ്രാർത്ഥിച്ചതാണോ അറിയില്ല, എങ്കിൽ പോലും അദ്ദേഹം ദൈവത്തെ വിളിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം മുട്ടുകുത്തി താഴേക്ക് ഇരുന്നു. തുടർന്ന് അദ്ദേഹത്തിന് അവിടുന്ന് മാറ്റി തുടങ്ങിയ കാര്യങ്ങളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവചനം ആക്ച്വലി ശരിയായി. അതായത് ഈ ബ്രാൻഡൻ എന്ന് പറഞ്ഞ ആളുടെ പ്രവചനം ആക്ച്വലി ശരിയായി. അപ്പം അതുകൊണ്ട് അയാളെ തുടർ പ്രവചനങ്ങൾക്കായിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ കാതോർത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അയാൾ വീണ്ടും പ്രവചിച്ചൊരു കാര്യമുണ്ട്. ചില ഏരിയകൾ ട്രംപിന് കിട്ടുന്ന കുറച്ച് ഏരിയകൾ അദ്ദേഹം നേരത്തെ പ്രവചിച്ചിട്ടുണ്ടായിരുന്നു. ശരിയാണ്, ആ സ്ഥലങ്ങളൊക്കെ ട്രംപിന് കിട്ടി. അപ്പോൾ അങ്ങനെയുള്ള പ്രവചനങ്ങളൊക്കെ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുത്തൊരു പ്രവചനം വന്നിരിക്കുകയാണ്. ഈ ഒരു വരുന്ന വർഷം, അതായത് വരുന്ന വർഷം ഒരു മെയ് ജൂൺ സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് അമേരിക്കയെ പിടിച്ചു കുലുക്കുന്ന രീതിയിൽ ഒരു 6 സ്ഥലങ്ങളിലായിട്ട് ഒരു വലിയ ഭൂകമ്പം, അതായത് 10 റിക്ടർ സ്കെയിലിൽ 10 കാണിക്കുന്നൊരു ഭൂകമ്പം ഉണ്ടാവുമെന്ന് പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഈ 10 കാണിക്കുന്ന ഭൂകമ്പം എന്ന് പറഞ്ഞാൽ തന്നെ അത്ര വലിയ ഭീമമായിട്ടൊരു ഭൂകമ്പമായിരിക്കും ഉണ്ടാവുന്നത്. നമ്മുടെ ഇവിടെ പോലും 6, 7 എന്നൊക്കെ പറയുമ്പോൾ തന്നെ നല്ല കുലുക്കം അനുഭവപ്പെടുന്ന രീതിയിലേക്കാണ് 6 എന്നുള്ള രീതിയിലൊക്കെ പോകുന്നത്. റിക്ടർ സ്കെയിൽ 6 കാണിക്കുന്നതൊക്കെ അത്ര വലിയൊരു ഭൂകമ്പമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ പറയുന്നത് 10 കാണിക്കും എന്നുള്ള രീതിയിൽ. അവിടെ 10 കാണിക്കാനുള്ള സാധ്യത ഇല്ല എന്ന് പറയുന്നെങ്കിൽ പോലും പുള്ളിയുടെ പ്രവചനമായിട്ട് പുള്ളി പറയുന്നത് ഞാൻ ഇത്രയും കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മളതിൽ മുമ്പോട്ട് നോക്കിയിരിക്കുകയാണ്. മനുഷ്യരൊക്കെ അതിലെന്താ നടക്കാൻ പോണേന്ന് നോക്കിയിരിക്കുകയാണ്. പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. കിഴക്കൂന്ന് സാധനങ്ങളും സഹായങ്ങളും വരും, പക്ഷെ അതിനെ തടയപ്പെടും, അതിനിങ്ങോട്ട് വരാനുള്ള അവസരം ഇല്ലാണ്ടാകും. ഒരുപാട് വിമാനങ്ങൾ, ചിനൂക്ക് വിമാനങ്ങൾ ആൾക്കാരെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പാഞ്ഞു പോകുന്നതൊക്കെ ഞാൻ സ്വപ്നത്തിൽ കണ്ടു. മരങ്ങളുടെ ഇലകൾ തകർക്കുന്ന ഒരു സമയമാകുമ്പോഴത്തേക്കാണ് ഇതൊക്കെ ഉണ്ടാവുന്നതെന്നൊക്കെ കണക്ക് കൂട്ടി പുള്ളി പറയുന്നുണ്ട്. അപ്പം എത്രമാത്രം അതിനകത്ത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്നോ എത്രമാത്രം സംഭവിക്കാനിരിക്കുന്ന കാര്യമാണെന്നോ നമുക്കറിയില്ല. അപ്പോൾ അതുകൂടെയൊക്കെ കൊണ്ടാണ് ആൾക്കാർ ഈ ലോകാവസാനം എന്ന് പറഞ്ഞു വരുന്നതെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. അപ്പോൾ തെക്കൻ അമേരിക്കയിൽ ഈ ഒരു സംഭവം ഉണ്ടാകുമെന്നും 1800 പേരോളം മരിക്കും. 1800 പേരെന്ന് പറഞ്ഞാൽ വലിയൊരു സംഖ്യയാണ്. 1800 പേരോളം മരിക്കുമെന്നും അതിൻ്റെ തുടർ ചലനങ്ങൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് ഉണ്ടാകുമെന്നും ഒക്കെയുള്ള പ്രവചനങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പ്രവചിച്ചു വെച്ചിരിക്കുന്നത്. മിസൂറി, മർക്കൻസസ്, ടെന്നസി, ടെൻടെക്കി, ഇലിനോയി തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെയാണ് ഈ ഭൂകമ്പം ഉണ്ടാവുമെന്ന് അദ്ദേഹം പ്രവചിച്ചു വെച്ചിരിക്കുന്ന ആ ഒരു സ്ഥലങ്ങൾ. അപ്പം നമ്മൾ ലോക സമൂഹം തീർച്ചയായിട്ടും ആ ഒരു പ്രവചനം സത്യമാകുമോ എന്നുള്ളതിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രവചനം സത്യമായില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ ഇനി ആരും വിശ്വസിക്കുന്നില്ല എന്നേ ഉള്ളൂ. എന്നാലും അങ്ങനെ ഒരു പ്രവചനം സത്യമാവാതിരിക്കട്ടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാതിരിക്കട്ടെ എന്നാണ് നമ്മൾ ഈ ഒരു അവസരത്തിൽ പറയുന്നത്. ശരിക്കും ഈ ഒരു വലിയ കാട്ടുതീപിടുത്തത്തിൽ സന്തോഷിക്കുന്ന ആൾക്കാരോട് സഹതാപം മാത്രമേ ഉള്ളൂ. ശരിക്കും ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ എന്നും ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേ ഇരിക്കുന്നതാണ്. ലോകത്താദ്യമായിട്ട് കാട്ടുതീ വന്നതല്ല, അല്ലെങ്കിൽ ലോകത്താദ്യമായിട്ട് വലിയ കാട്ടുതീ ഉണ്ടാവുന്നതല്ല, അമേരിക്കയെ പോലുള്ള ശക്തി പിന്നോട്ട് മാറുന്നതല്ല. ശരിക്കും അടുത്തൊരു കാര്യം, ഈ കാട്ടുതീ നമുക്ക് നിർത്താൻ പറ്റില്ല എന്നുള്ളൊരു ടോപ്പിക് കൂടെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഞാൻ നിർത്തുകയാണ്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ പറയുന്ന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ക്ലൗഡ് സീഡിങ് പോലുള്ള കാര്യങ്ങൾ ദുബായ് പോലുള്ള ഭരണ സംവിധാനങ്ങളിൽ വളരെ സക്സസ് ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. ക്ലൗഡ് സീഡിങ് അവർ ചെയ്യാറുണ്ട്, മഴ പെയ്യിക്കാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് വെള്ളപ്പൊക്കം ഉണ്ടായിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് അവർ അംഗീകരിച്ചില്ല എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ഇങ്ങനെ വിദേശികളായിട്ടുള്ള ആൾക്കാർക്കും ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ ഈ ക്ലൗഡ് സീഡിങ് എന്തുകൊണ്ടാണ് നടത്താത്തത്? ആ സാഹചര്യത്തിൽ ക്ലൗഡ് സീഡിങ് നടത്തിക്കഴിഞ്ഞാൽ മഴ തീ കെട്ടുപോകത്തില്ലയോ എന്നൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ, അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ
ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞാൽ പഠിച്ച് കുറേ കാലങ്ങൾ കൊണ്ട് നടത്തുന്നതാണ്. അല്ലാതെ ശരിക്കും നമുക്ക് ഒരു ദിവസം പോയിട്ട് ക്ലൗഡ് സീഡിംഗ് ചെയ്ത് കളയാമെന്നും പറഞ്ഞിട്ട് പോയിട്ട് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു സംഭവമല്ല. ക്ലൗഡ് സീഡിംഗ് എന്ന് പറഞ്ഞാൽ വിമാനത്തിൽ പോയിട്ട് ഈ മഴമേഘങ്ങൾ, അതായത് ഈ മഴമേഘങ്ങൾ എന്ന് പറഞ്ഞാൽ ഈർപ്പമുള്ള മേഘങ്ങളുടെ മുകളിലൂടെ വിമാനം പറത്തിയിട്ട് അതിലേക്ക് സിൽവർ അയോഡൈഡ് എന്ന് പറയുന്ന ആ ഒരു പദാർത്ഥം പതുക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് അവർ പറയുന്നത്. അപ്പം അങ്ങനെ ആ ഒരു സംഭവം നടത്തുന്നതിലൂടെ ഈ ഒരു മഴമേഘത്തിൽ നിന്ന് മഴ ജനിക്കുകയും മഴ താഴേക്ക് പെയ്യുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. പക്ഷേ അത് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാലാവസ്ഥയിൽ അല്ല അവിടുത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്ന് ഈ തീ കൊണ്ട് വരണ്ട കാലാവസ്ഥയാണ്, ചൂട് മാത്രമുള്ള കാറ്റാണ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ മല മൂടിയ പ്രദേശമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കാറ്റ് എങ്ങൊന്നും അടിക്കില്ല, ഉള്ള കാറ്റ് മുകളിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ചൂട് കൂടിയ കാലാവസ്ഥ മുകളിലേക്ക് നിൽക്കുന്നത് കൊണ്ട് അന്തരീക്ഷത്തിൽ അതുപോലെ ചൂടുള്ളതുകൊണ്ട് ഈ മഴമേഘങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ ഈർപ്പമുള്ള മേഘങ്ങൾ കിട്ടാൻ അവിടെ ചാൻസ് ഇല്ല എന്നുള്ളതാണ് ശരിക്കും ക്ലൗഡ് സീഡിംഗ് നടത്താൻ പറ്റാത്തതിൻ്റെ ആ ഒരു പ്രശ്നം. രണ്ടാമത്, വിമാനങ്ങൾ അവിടെ പോയി അല്ലെങ്കിൽ അവിടെ പോയി കാര്യങ്ങൾ ചെയ്യാമെന്ന് പറഞ്ഞാലും ഈ ഒരു കാറ്റ് ആ വിമാനത്തെ പിടിച്ചുലയ്ക്കുന്ന രീതിയിലുള്ള കാറ്റുകളാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് പരിമിതികളുണ്ട് കുറേ. എങ്കിലും പുതിയ പുതിയ എക്യുപ്മെൻറ്റ്സ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് തീർച്ചയായിട്ടും ഈ ഒരു കാട്ടുതീ അവർക്ക് കൺട്രോളിലാക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ കാട്ടുതീ വേഗം തന്നെ ഒന്ന് സൊല്യൂഷൻ ഉണ്ടാക്കിയെടുത്ത് അതൊന്ന് ശമിപ്പിച്ച് ഒരുപാട് പേരെ തിരിച്ച് അവരുടെ സ്ഥലങ്ങളിലേക്ക് എത്തിക്കാൻ റെഡി ആവട്ടെ. ഒരുപാട് പേർക്ക് തിരിച്ച് അവരുടെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കാനും ജോലിയിലേക്ക് പ്രവേശിക്കാനും ഒക്കെ ആ സ്ഥലം വേഗം പഴയതുപോലെ ആക്കി മാറ്റാൻ വേണ്ടിയിട്ട് റെഡി ആവട്ടെ, അല്ലെങ്കിൽ സഹായിക്കട്ടെ എന്നുള്ള രീതിയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ നിർത്താം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നെങ്കിൽ തീർച്ചയായിട്ടും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യണം, അവരും അറിയട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ വസ്തുതകളും പിന്നിലെ കഥകളും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ നമസ്കാരം.